ഹലോ, ഡെയിലി ഒരു 10 കസ്റ്റമറെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ 1000 രൂപ വില വരുന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 10,000 റുപ്പീസ് നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്? 10,000 ഏൺ ചെയ്യാൻ ഫിസിക്കൽ പ്രൊഡക്റ്റും നമുക്ക് 10 കസ്റ്റമേഴ്സിന് 1000 രൂപ വില വരുന്നത് വിറ്റാലും ആ റവന്യൂ കിട്ടുന്നുണ്ടല്ലോ. എന്തിനാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് തന്നെ പറഞ്ഞത്? ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾക്ക് ഫിസിക്കൽ പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് പല മേന്മകളും ഉണ്ട്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റാത്ത ഡിജിറ്റൽ ഫോമിലുള്ള പ്രൊഡക്റ്റുകളാണ്. വീഡിയോ ട്യൂട്ടോറിയൽസ് എല്ലാം അതിന് ഉദാഹരണമാണ്. ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഷൂസ്, വാച്ച് പോലത്തെ ഉള്ളത് നമുക്ക് അറിയാം. ഞാൻ മുമ്പും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഫിസിക്കൽ പ്രൊഡക്റ്റിൻ്റെ കേസിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഫിസിക്കൽ പ്രൊഡക്റ്റുകളുടെ ബിസിനസ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് ഷൂസിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒന്നാമതായിട്ട് നിങ്ങൾ പ്രൈമായിട്ടുള്ള നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തണം. ആ സ്റ്റോറിന് അഡ്വാൻസ് കൊടുക്കണം. അതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല, നല്ല രീതിയിൽ സ്റ്റോക്ക് എടുത്ത് വെക്കണം. ഇതെല്ലാം നമുക്ക് ഒരു ഫസ്റ്റ് ഓർഡർ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഷോപ്പ് അലങ്കരിക്കണം, സ്റ്റോക്ക് എടുത്ത് വെക്കണം. ഇതെല്ലാം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ വേറൊരു കേസുണ്ട്. ഏത് സ്റ്റോക്ക് എടുത്ത് വെക്കണമെന്ന് ഒരു പുതിയ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. ഏത് വിറ്റ് പോകും, എന്ത് വിലയ്ക്ക് വിറ്റ് പോകും. ഇനി അത് ഡെഡ് സ്റ്റോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന വേറെ. ഈ വക തലവേദനകളൊന്നും തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾക്കില്ല. സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ നമുക്ക് എത്ര വേണമെങ്കിലും റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇൻ കേസ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ കേസിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്താം. അപ്ഡേഷൻസ് എല്ലാം പെട്ടെന്ന് തന്നെ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കേക്ക് ബേക്കറാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു എക്സ്പെർട്ടീസ് ഉണ്ട്. അത് നിങ്ങൾ ഒരു വീഡിയോ ട്യൂട്ടോറിയലായിട്ട് അതാണ് നിങ്ങളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എങ്കിൽ ഒരു പുതിയ കാര്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഷൂസിൻ്റെയോ ഇതിൻ്റെ എല്ലാം കേസിൽ നമ്മൾ അപ്ഡേഷന് പോയാൽ തന്നെയും മുമ്പ് എടുത്തു വെച്ചതെല്ലാം അവിടെ ഡെഡ് സ്റ്റോക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷാണ്. ക്യാഷ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് എടുത്ത് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സക്സസ്ഫുൾ ആകോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ തന്നെ അപ്ഫ്രണ്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തണം. അതാണ് ഫിസിക്കൽ പ്രൊഡക്റ്റുകളുടെ ഒരു പ്രശ്നം. സ്റ്റോക്കിൻ്റെ കേസിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തന്നെ നല്ല രീതിയിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് എടുത്ത് വെക്കണം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിറ്റ് പോയില്ലെങ്കിൽ അത് അവിടെ ഡെഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണ് പ്രശ്നം. ഇവിടെയാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വ്യത്യസ്തമാവുന്നത്. ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ സാധ്യത നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ ബിസിനസ് മോഡൽ എന്തായാലും അക്സെപ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ ഇന്നത്തെ ഈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കണക്റ്റഡ് ആയി കഴിഞ്ഞു. ഡിജിറ്റലി കണക്റ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു മോഡേൺ ഡിജിറ്റൽ ഏജിൽ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യലാണ് ശരിക്കും വളരെ ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് മോഡൽ. അത് ഏറെക്കുറെ എല്ലാവർക്കും ഇത് സ്യൂട്ടബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് വിചാരിക്കുക. ആ കഴിവ് വെച്ചിട്ട് നിങ്ങളൊരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാതെ ആ കഴിവിനെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റാക്കി മാറ്റണം. കേക്കിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള കഴിവ് വെച്ച് നിങ്ങൾ കേക്ക് ഉണ്ടാക്കി വിൽക്കാതെ ആ കേക്ക് ഉണ്ടാക്കാൻ അറിയുക എന്ന് പറഞ്ഞാൽ ആ ടാലൻ്റ് ഉണ്ടല്ലോ, ആ ടാലൻറ്റിനെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആക്കിയിട്ട് അത് സെല്ല് ചെയ്യാൻ നോക്കുക. കാരണം ഒരു ദിവസം എത്ര കേക്ക് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും? ലിമിറ്റഡാണ്. എത്ര എണ്ണം ബേക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ലിമിറ്റഡാണ്. എന്നാൽ അതേ സംഗതി നിങ്ങളുടെ ആ കഴിവിനെ നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരാളെ പഠിപ്പിച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് ഇതെല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്. അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് അവർക്ക് മണി മേക്കിംഗ് അല്ലായിരിക്കാം അവരുടെ ലക്ഷ്യം. ജസ്റ്റ് ഹോബി എന്ന നിലക്കെല്ലാം അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ഇതെല്ലാം ഫ്രീ വീഡിയോസിലൂടെ എല്ലാം കിട്ടിയാൽ പോലും അതിൽ എന്താ പറയുക, എക്സ്പെർട്ടീസ് ഉള്ള ഒരാളുടെ മെൻറ്റോർഷിപ്പും കൂടി അവർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനവർ പേയ്മെൻറ്റ് തരാൻ തയ്യാറാണ്. അങ്ങനൊരു മാർക്കറ്റ് എക്സിസ്റ്റൻസിലുണ്ട്. ബിസിനസ് അറിയാവുന്നവർക്ക് അതറിയാം. അപ്പം നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിതെല്ലാം പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ ഫിസിക്കൽ പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എളുപ്പം ഞാൻ പറയാം ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനാണ്. സ്റ്റോക്കിൻ്റെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എല്ലാം ചെയ്യുന്ന ആളുകൾ ഏറ്റവും വലിയ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എല്ലാം ചെയ്യാൻ നേരത്ത് ഒന്നാമത് വേറൊരാളുടെ കൺട്രോളിലാണ് അതെല്ലാം ഇരിക്കുന്നത്. വേറൊരാളുടെ കൺട്രോളിൽ എന്ന് പറയാൻ നേരത്ത് സപ്ലയർ വേറൊരാളാണ്. നിങ്ങൾ കൊടുത്ത സാധനത്തിനല്ലായിരിക്കും ഓർഡർ കൊടുത്ത സാധനമല്ലായിരിക്കും സപ്ലയർ കയറ്റി അയക്കുന്നത്. അപ്പോൾ കസ്റ്റമർ നിങ്ങളായിട്ട് അടിപിടി ഉണ്ടാവും.
നല്ല സപ്ലയറെ കണ്ടെത്തണം, വലിയ തലവേദനയാണ്. ഈസിലി തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് എന്ന് പറഞ്ഞാണ് പലരും അതിലേക്കെല്ലാം ഇറങ്ങുന്നത്. നിങ്ങൾക്കൊരു കഴിവുണ്ട്, ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ, ഇനി ഒരു കഴിവും ഇല്ലെങ്കിൽ പല കഴിവുകളും നമുക്ക് ലേണബിളാണ്. പല സ്കിൽസും നമുക്ക് ലേണബിളാണ്, പഠിച്ചെടുക്കാൻ സാധിക്കുന്ന സംഗതികളാണ്. നിങ്ങൾക്ക് പഠിച്ചെടുത്തിട്ട് അത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. പ്രവാസികൾ, അതുപോലെ എന്തെങ്കിലും നാട്ടിലെന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർ, നിങ്ങളെ ഒരു പ്രത്യേക കഴിവ് വെച്ചിട്ടാണ് ആ ബിസിനസ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ്സിനെ നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. വേറെ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ടീച്ചേഴ്സ്, അതുപോലെ പല പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റിൻ്റെ മേഖലയിലേക്ക് വരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ബിസിനസ് മോഡൽ പഠിക്കണം, എ മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ കംപ്ലീറ്റ് ട്രെയിനിങ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റിംഗ്, അതെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം, മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാലും അത് വാങ്ങാനുള്ള കസ്റ്റമറെ കണ്ടെത്താനുള്ളൊരു കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ ഏത് ബിസിനസ് ആണെങ്കിലും ഫെയിലാവും. മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. സെയിൽ എങ്ങനെ വിൽക്കണം, ഈ വന്നവരെ കൊണ്ട് എങ്ങനെ സാധനം എടുപ്പിക്കണം, അത് അടുത്തൊരു ടാലൻ്റാണ്. അപ്പോൾ മാർക്കറ്റിംഗ്, സെയിൽ, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ എ മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങളിൽ എനിക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പെർട്ടീസ് ഉണ്ട്, ഈ ബിസിനസ് മോഡൽ നിങ്ങൾക്ക് പഠിക്കണം, ഇനി നിങ്ങൾക്ക് സമയമല്ല, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പഠിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും ഇത്രയും ഡിജിറ്റലി കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ബിസിനസ് മോഡൽ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ അതൊരു അബദ്ധമായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെയുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് രണ്ട് രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന പിടിച്ച് അപ്ഫ്രണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. മറുവശത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇല്ലാതെ, വലിയ തലവേദന ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാം. ഒരു വശത്ത് നമ്മൾ ഇതേപോലെ ഫിസിക്കൽ പ്രൊഡക്റ്റുകളെല്ലാം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ആദ്യ സെയിലിന് മുമ്പ് തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണം. ആ ഒരു വെഞ്ചർ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വരും. മറുവശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ കേസിൽ ആ ഒരു വെഞ്ചർ ഫെയിലായാൽ തന്നെ നമുക്ക് അങ്ങനെ ലക്ഷങ്ങളുടെ നഷ്ടങ്ങളൊന്നും നിങ്ങൾക്ക് സംഭവിക്കണില്ല. ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്കുണ്ടാവും, സമാധാനത്തോടുകൂടി ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് മോഡലും ഉണ്ട്. ഏത് മോഡൽ വേണമെന്നുള്ളത് നിങ്ങൾ പിക്ക് ചെയ്യുക.